ഡ്യൂട്ടി സമയത്ത് ഡോക്ടർ സ്വല്പം ചൂടാണല്ലേ? അല്ലാത്തപ്പോഴും ചൂടാണ്. എന്നെ അറിയുമായിരിക്കും. അറിഞ്ഞാലും ഇല്ലെങ്കിലും ചില മര്യാദകൾ പാലിക്കുന്നത് എല്ലാവർക്കും നല്ലതാണ്. ഞാനൊരു തോറ്റ MLA ആണ്. തോറ്റാൽ എങ്ങനെ MLA ആവുന്നത്? തോറ്റ സ്ഥാനാർത്ഥി എന്ന് തിരുത്തി പറയണം. എന്നെ ജനങ്ങൾ വിളിക്കുന്നത് അങ്ങനെയാണ്. ഞാനങ്ങനെ വിളിക്കില്ല. വേണ്ട, ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കുന്ന രാഷ്ട്രീയ പാരമ്പര്യമാണ് എനിക്കുള്ളത്. ജയിച്ച MLA കൊണ്ട് ഈ നാടിന് എന്താ ഗുണം? നിങ്ങളെന്താ ഒന്നും മിണ്ടാത്തേ? അങ്ങേര് തിരുവനന്തപുരത്ത് ചുമ്മാ അലഞ്ഞിരിഞ്ഞ് നടക്കുകയാണ്. തോറ്റു കഴിഞ്ഞാൽ എന്നെപ്പോലുള്ളവർക്ക് ഈ നിയോജകമണ്ഡലത്തിൽ പല നല്ല കർമ്മ പരിപാടികളും ചെയ്യാൻ സാധിക്കും. സത്യം പറഞ്ഞാൽ ഈ ആവശ്യങ്ങൾക്കായി തെരഞ്ഞെടുപ്പിൽ ഞാൻ മനഃപൂർവ്വം തോറ്റു കൊടുക്കുന്നതാണ്. അത് നിങ്ങൾക്കറിയില്ല. അതെനിക്കറിയേണ്ട ആവശ്യമില്ല. എനിക്കിവിടെ 100 കൂട്ടം പണികളുണ്ട്. ആ 100 കൂട്ടം പണി 99 കൂട്ടാക്കി കുറയ്ക്കുന്നതാണ് തനിക്ക് നല്ലത്. ആ ടീച്ചറെ എന്റെ അടുത്തൊരു ബന്ധുവാ. അവിടെ താമസിക്കുന്ന 3 പെൺകുട്ടികളും അന്തസ്സുള്ള 3 തറവാട്ടിന്ന് വന്നവരാ. അവരുടെ സമാധാന ജീവിതത്തിൽ കയറി താൻ വെറുതെ സ്റ്റെതസ്കോപ്പ് വെക്കരുത്. പൊള്ളും. എഴുന്നേക്കടോ. എഴുന്നേക്കാൻ. എഴുന്നേറ്റില്ലെങ്കിൽ താൻ എന്ത് ചെയ്യും? എഴുന്നേറ്റുകൊണ്ടല്ല, എഴുന്നേറ്റില്ലെങ്കിൽ എന്ത് ചെയ്യും എന്ന് ചോദിക്കേണ്ടത്. ഇവിടെ പിഴിച്ചലിനുള്ള പാത്തി ഒന്നേ ഉള്ളൂ, അത് തന്നെ എൻകൈഡാ. അതുകൊണ്ട് തന്നെ ഞാനിപ്പോ വെറുതെ വിടുന്നു. അല്ലെങ്കിലോടോ? അല്ലെങ്കിൽ ഒറ്റ വെട്ടേ വെട്ടു, താൻ 1.5 കഷ്ണായി തറയെ കിടക്കും. കാണുന്നത് എനിക്ക്. എന്നാ എനിക്കതൊന്ന് കാണണം.